ഹായ് ഗൈസ്, ഇപ്പോൾ ഇന്ത്യയിൽ മൊത്തം ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത് കേരള സാർ 100% ലിറ്ററസി സാർ എന്നുള്ളൊരു ഡയലോഗാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി വെക്കാനുള്ള പ്രധാന കാരണം നമ്മുടെ മലയാളീസായ കുറച്ച് പേര് തന്നെയാണ്. അപ്പോൾ ദുബായിൽ ഒരു അസോസിയേഷൻ ഒരു പരിപാടി നടത്തുന്നു. ആ ഒരു പരിപാടിയിലോട്ട് അതായത് പാകിസ്ഥാൻ ക്രിക്കറ്ററായ ഷാഹിൻ അഫ്രീഡിനെ വിളിച്ചു വരുത്തുന്നു. അപ്പോൾ ഇത് വലിയൊരു കോൺട്രവേഴ്സിയായി. അപ്പോൾ ഇതിനെ തുടർന്ന് ആ ഒരു അസോസിയേഷൻ വലിയൊരു സ്റ്റേറ്റ്മെന്റ് എല്ലാം പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചും പക്ഷെ ആ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോഴും നമുക്കത്ര ദഹിക്കുന്ന പോലെ തോന്നുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കഴിയുന്നതും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയി കാണാൻ ശ്രമിക്കുക. ഇപ്പൊ വീഡിയോ അപ്പോൾ അത് ഇന്ത്യക്കും അതുപോലെ തന്നെ കേരളത്തിനും പ്രത്യേകതരം വലിയൊരു ഇത്തപ്പേരാണ് ഇവർ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളെല്ലാം നേരിട്ട് കഴിഞ്ഞപ്പോൾ ഇവർ പെട്ടെന്ന് തന്നെ ഒരു ലെറ്റർ പാഡിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കി. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ വായിച്ചു നോക്കി. അതിൽ എനിക്ക് യോജിക്കാൻ പറ്റാത്ത 4 പോയിന്റുകളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ എന്താ വെച്ചാൽ അതായത് ഓഡിറ്റോറിയം, അതായത് പാകിസ്ഥാന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ ഒരു പരിപാടി പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇതിൽ ഇവർ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താ വെച്ചാൽ അതായത് ഏപ്രിൽ 5-ാം തീയതി തന്നെ ഞങ്ങൾ ഈ ഓഡിറ്റോറിയം ബുക്ക് ചെയ്തു. അവർ പറയുന്നതിന്റെ കാരണം ഈ ഓഡിറ്റോറിയം തന്നെ സെലക്ട് ചെയ്യാൻ, അതായത് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ ഓഡിറ്റോറിയം തന്നെ ചൂസ് ചെയ്യാനുള്ള പ്രധാന കാരണം പറഞ്ഞത് ഒന്ന് എക്കണോമിയാണ്, പൈസ കുറവ് കൊടുത്താൽ മതി, അതുപോലെ തന്നെ അവൈലബിലിറ്റിയും പറഞ്ഞുകൊണ്ടാണ് ഇവർ പറയുന്നത്. എന്നാൽ അതിൽ ഞാൻ തെറ്റ് പറയുന്നില്ല. കാരണം ഏപ്രിൽ 5-ാം തീയതിയാണ് പെഹൽഗാം അറ്റാക്ക് നടന്നിട്ടുള്ള. ഈവൻ ദോ ഇന്ത്യക്കും പാകിസ്ഥാനും പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ അന്ന് വലിയ രീതിയിലുള്ള പ്രശ്നമില്ലായിരുന്നു. കാരണം നമ്മൾ അതായത് ട്രേഡ് നടത്തുന്നുണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ അന്ന് നമ്മൾ ഇത് വലിയ രീതിയിൽ കുറ്റപ്പെടുത്തുന്നില്ല, കാരണം ഏപ്രിൽ 5-ാം തീയതിയാണ്. അപ്പോൾ അങ്ങനെ ഇവർ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഇവർ ഈ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുന്നു. ഓഡിറ്റോറിയം ബുക്ക് ചെയ്തതിൽ ഒരു പ്രശ്നമില്ല. അത് കഴിഞ്ഞ് ഏപ്രിൽ 22-ാം തീയതി ആയി കഴിഞ്ഞപ്പോൾ തന്നെ ഈ പ്രശ്നം നടക്കുന്നതും ഇന്ത്യയിലുള്ള ആൾക്കാരെല്ലാം തന്നെ ബോയ്ക്കോട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സിനെ തിരിച്ചു പിടിക്കുന്നു. അതുപോലെ തന്നെ നയതന്ത്രപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. സിന്ധു നദീജലം ആ ഒരു കരാർ ക്യാൻസൽ ചെയ്യുന്നു. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പിന്നീട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോഴെങ്കിലും ഇവർക്ക് കോമൺ സെൻസ്, അതായത് ഒരു സിവിക് സെൻസും കൊണ്ട് ഇവർക്ക് അത് മാറ്റിവെക്കാവുന്നതേ ഉള്ളൂ. അവരത് മാറ്റിവെച്ചില്ല. അതായത് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് ഇത്രയും ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ ഞങ്ങൾക്ക് അത് പറ്റില്ലായിരുന്നു എന്നുള്ളതാണ്. അതായത് അത് കഴിഞ്ഞ് ഇവിടെ 1 മാസത്തോളം ഇവർക്ക് അവകാശം കിട്ടി, അതായത് ഈ ഒരു പരിപാടി നടത്താൻ. ആ 1 മാസം കൊണ്ട് തന്നെ ഇവർക്ക് ഇത്രയും വലിയൊരു അസോസിയേഷനുള്ള ഒരു വ്യക്തികൾക്ക് വേറൊരു ഓഡിറ്റോറിയം കണ്ടെത്താൻ പറ്റില്ലേ? അതിലും പ്രത്യേകിച്ച് UAE പോലെയുള്ള രാജ്യത്ത്, ദുബായ് പോലെയുള്ള സ്ഥലത്തെല്ലാം തന്നെ ഇവർക്ക് ഉണ്ടാക്കാൻ കഴിയില്ലേ? അത് വലിയൊരു ചോദ്യമായി നിൽക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ ഇവർക്ക് ഈ വെന്യൂ മാറ്റായിരുന്നു, പക്ഷെ വെന്യൂ ഇവർ മാറ്റിയില്ല. ഇത് ഒന്നാമത്തെ കോൺട്രവേഴ്സി ആയി നിൽക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഏറ്റവും വലിയൊരു കോൺട്രവേഴ്സി ആയി നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് ഇവരിങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി. അപ്പോൾ ഇവർ ഈ സ്റ്റേറ്റ്മെന്റ് ഇറക്കുമ്പോഴും ഇവരുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്നുള്ള രീതി ഇവർ ഇതുവരെയും സമ്മതിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ സ്റ്റേറ്റ്മെന്റ് വായിക്കുന്ന ഓരോ വ്യക്തിക്കും അറിയാം, ഓരോ ഇന്ത്യനും അറിയാം. കാരണം അതിൽ നൈബറിംഗ് കൺട്രി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് പുതിയതായിട്ട് അഡ്രസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് വെക്കുക. നമുക്കും ബംഗ്ലാദേശും, അത് ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ കൊല്ലുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ നമ്മളും ബംഗ്ലാദേശും ഇപ്പോൾ വലിയ നയതന്ത്ര ബന്ധമൊന്നുമില്ല. അപ്പോൾ ബംഗ്ലാദേശ് നമ്മുടെ അയൽ രാജ്യം തന്നെയാണ്, അതുപോലെ തന്നെ പാകിസ്ഥാനും. അപ്പോൾ ഈ 2 രാജ്യമായിട്ട് നമുക്ക് വലിയ ബന്ധമില്ല. അപ്പോൾ ഇവര് ഈ സ്റ്റേറ്റ്മെന്റ് ഇറക്കുമ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന പേര് എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. എന്തുകൊണ്ട്? അതായത് ഇവർക്ക് നട്ടിലില്ലേ? ഇത്രയും വലിയൊരു ഓർഗനൈസേഷനാണ്, അല്ലെങ്കിൽ ഒരു അസോസിയേഷനാണ്. ഈ ഒരു അസോസിയേഷൻ ഇങ്ങനെ ഒരു തെറ്റ് പറ്റി, അതുകൊണ്ട് തന്നെ ഇവരൊരു മെസ്സേജ് ഇറക്കുകയാണ്. ആ ഒരു മെസ്സേജിൽ ആരെയാണ് ഇവർ വിളിച്ചു വരുത്തിയത്, അല്ലെങ്കിൽ ഏത് ഓഡിറ്റോറിയമാണ് ബുക്ക് ചെയ്തത്, ആ ഒരു കാര്യത്തിൽ പാകിസ്ഥാൻ എന്ന് പേര് പറയാൻ തന്നെ ഇവർ പേടിക്കുന്നു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഇതിലോട്ട് ആരാണ് ഗസ്റ്റായി വന്നത്? അതായത് ഷാഹിൻ അഫ്രീഡി എന്ന്, അത് മറ്റു മാധ്യമങ്ങളിൽ നിന്നും അതുപോലെ തന്നെ വീഡിയോസിൽ നിന്നാണ് നമ്മൾ വ്യക്തമാക്കിയത്. അല്ലാണ്ട് ഇവരുടെ ഒരു സ്റ്റേറ്റ്മെന്റിൽ അതായത് ക്രിക്കറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലോകത്ത് ഇത്രമാത്രം ക്രിക്കറ്റർ ഉണ്ട്, ബംഗ്ലാദേശിലുണ്ട്, അതുപോലെ തന്നെ പാകിസ്ഥാനിലുണ്ട്, അഫ്ഗാനിസ്ഥാനിലുണ്ട്. ഇവരൊക്കെ തന്നെ നമ്മുടെ നൈബേഴ്സുമാണ്. അപ്പോൾ ഇവരിൽ ആരാന്നോർത്തിട്ടാണ്, ഏത് ക്രിക്കറ്ററാന്ന് ഓർത്തിട്ടാണ് അതുപോലും മെൻഷൻ ചെയ്യാതെ, നാട്ടിലില്ലാതെ ആർക്കോ വേണ്ടി ഇറക്കിയ പോലെ ഒരു സ്റ്റേറ്റ്മെന്റ് പോലെയാണ് വായിക്കുന്ന എല്ലാവർക്കും തോന്നിയത്. മൂന്നാമത്തെ കാര്യം, ഇവർ പറയുന്നത് എന്താ വെച്ചാൽ അത് അൺപ്ലാൻഡ് ആയി വന്നതാണ്. അതായത് ഇവരുടെ കുറെ സ്റ്റേറ്റ്മെന്റുകളും അതുപോലെ തന്നെ കുറെ ഈവന്റ് പ്ലാനും എല്ലാം തന്നെ ഇവർ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈവന്റ് പ്ലാനിലൊന്നും തന്നെ ഷാഹിൻ അഫ്രീഡിനെ കുറിച്ച് വിളിക്കുന്ന ചീഫ് ഗസ്റ്റ് ആയിട്ടൊന്നും നമ്മൾ കാണുന്നില്ല. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അതായത് ഇവർ പറയുന്നത് അതായത് ഷാഹിൻ അഫ്രീഡി അവിടെ വലിഞ്ഞു കയറി വന്നതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, അതായത് ഷാഹിൻ അഫ്രീഡി അവിടെ വലിഞ്ഞു കയറി വരുമോ? അതായത് അടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ ഒരു പ്രോഗ്രാമിന് വേണ്ടി വന്ന വ്യക്തി ഇപ്പുറത്തെ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ആ പ്രോഗ്രാമിലോട്ട് വലിഞ്ഞു കയറി ഒരു വ്യക്തി വരുമോ? അതായത് ഇവരൊന്നും പോയി വിളിക്കാതെ വരുമോ എന്നുള്ള കാര്യം വലിയൊരു ഡൗട്ടിൽ തന്നെ നിൽക്കുക. എങ്കിലും ഇവരുടെ ഒപ്പം തന്നെ നമുക്ക് നിൽക്കാം. അതായത് അവിടെ വലിഞ്ഞു കയറി വന്നതാണ് ഷാഹിൻ അഫ്രീഡി എന്ന് തന്നെ വിചാരിക്കാം. അങ്ങനെ വലിഞ്ഞു കയറി വരുന്ന എല്ലാവർക്കും നിങ്ങൾ ആ ഓഡിറ്റോറിയത്തിൽ കയറാനും അതുപോലെ തന്നെ സ്വീകരണം കൊടുക്കാനും നിൽക്കുമോ? അവിടെ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാറും, നിങ്ങൾ ബ്ലോക്ക് ചെയ്തില്ല. അപ്പോൾ അതിലവർ പറയുന്നത് ഞങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത്. ശരി, അങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റിയെങ്കിലും വലിഞ്ഞു കയറി വന്ന ആളെ ഒന്ന് ജസ്റ്റ് ആയിട്ട്, അതായത് ആരും വിളിക്കാത്ത വിരുന്നിലോട്ട് ആരെയും വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചിരിച്ച് പറഞ്ഞു വിടുകയല്ലേ ഉള്ളൂ. അങ്ങനെയുള്ള വ്യക്തി, വലിഞ്ഞു കയറി വരുന്ന വ്യക്തി, ഷാഹിൻ അഫ്രീഡി വലിഞ്ഞു കയറി വരുന്നതാണ്
ഇവരുടെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം നമ്മൾ വിശ്വസിക്കുകയാണെങ്കിലും വലിഞ്ഞു കയറി വരുന്ന വ്യക്തിനെ പെട്ടെന്ന് അണിനിരക്കി ഉള്ളിൽ കൊണ്ടുപോയി ഇത് സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് വി ആർ ലക്കി ടു ഹാവ് എന്ന് പറയുന്നു. പിന്നെ വിശ്വപുത്രനല്ല വന്നിറങ്ങിയിരിക്കുന്നത്, ഇവൻ വരുന്നത് ഇത്രമാത്രം വലിയ ലക്കി ആവാൻ. അത് മാത്രമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബും ബും എന്ന് പറഞ്ഞ് ചീർ ചെയ്തുകൊണ്ടാണ് ഇവരവിടെ വലിയൊരു സ്വീകരണം ഒരുക്കി കൊടുത്തത്. അപ്പോൾ ഈ സ്വീകരണം ഒരുക്കി കൊടുക്കുന്നതും ഇവനെ സ്റ്റേജിൽ കയറ്റുന്നതും അതുപോലെ തന്നെ മൈക്ക് കൊടുക്കുന്നതെല്ലാം തന്നെ ദീപു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ദീപു എന്ന് പറയുന്ന ഇവൻ തന്നെ അതായത് ദുബായിൽ മറ്റൊരു അസോസിയേഷന്റെ ഒരു ജനറൽ സെക്രട്ടറിയാണ്, അതായത് AKCAF എന്ന് പറയുന്നത്. അപ്പോൾ AKCAF എന്ന് പറയുന്ന അസോസിയേഷൻ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് കേരളത്തിലെ 100 കോളേജുകളുടെ അലുമിനികൾ ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു അസോസിയേഷനാണ്. അതിന്റെ ജനറൽ സെക്രട്ടറി തന്നെയാണ് ഈ ഒരു പരിപാടി വരികയും ഈ ഒരു പരിപാടിയിൽ വന്ന വലിഞ്ഞു കയറി വന്നവനെ ഇത്രമാത്രം വലിയ സ്വീകരണം കൊടുക്കുന്നതും. അപ്പോൾ അത്രമാത്രം വലിയ അസോസിയേഷൻ റൺ ചെയ്യുന്ന ഒരു ആൾക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് കോമൺ സെൻസ് ഇല്ല. ഇവൻ ഇന്ത്യക്കെതിരെ ഇങ്ങനെയാണ് പരാമർശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ആരും അറിയാത്ത കാര്യമല്ല, സോഷ്യൽ മീഡിയയിലെല്ലാം ഉണ്ട്. ഇന്ത്യൻ ഗവൺമെന്റ് തന്നെ ഇവന്റെ പേജ് ബ്ലോക്ക് ചെയ്തതുമാണ്, അതായത് കാരണം ഇന്ത്യക്കെതിരെയാന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിനെ വിളിച്ചു കയറ്റരുത്, ഇങ്ങനെ ഒരു സ്വീകരണം കൊടുക്കരുത് എന്ന് ഒരു വലിയൊരു അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറിക്ക് കോമൺ സെൻസ് ഇല്ലേ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇനി അവസാനത്തിലോട്ട് വരാം. അപ്പോൾ ഈ ഒരു കാര്യം ഈ ഒരു പെഹൽഗാം അറ്റാക്കും വെച്ച് നമ്മൾ നോക്കുമ്പോൾ അതായത് പെഹൽഗാം അറ്റാക്കിൽ ഇങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ അതായത് നമ്മൾ അവരെ സഹായിച്ച തുർക്കിയും അസർബൈജാനും ചൈനയ്ക്കുമെതിരെ എന്തെല്ലാം രീതിയിൽ നമ്മൾ ആക്ഷൻ എടുക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം ആക്ഷൻ എടുക്കുന്നു. അതായത് നമ്മുടെ ഗവൺമെന്റ് ആണെങ്കിൽ സെലീബിനെ ബാൻ ചെയ്തു. അതുപോലെ തന്നെ മറ്റ് അതായത് ഇൻഡിഗോ എയർലൈൻസിനെ ഇന്നത് വൈകുന്നേരത്തെ ജിയോ പൊളിറ്റിക്സ് അപ്ഡേറ്റ് നമ്മൾ കൃത്യമായി പറഞ്ഞതാണ്. ഇൻഡിഗോ എയർലൈൻസുമായിട്ട് ടർക്കി പാക്ക് നമ്മൾ ക്യാൻസൽ ചെയ്യണമെന്ന് ഇന്ത്യൻ ഗവൺമെന്റ് അവകാശപ്പെട്ടു. അങ്ങനെ സഹായിച്ച ആൾക്കാരെ പോലും നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുകയും അതുപോലെ തന്നെ അവരെ അവോയ്ഡ് ചെയ്ത് നിർത്താൻ നിൽക്കുമ്പോൾ അവരെ തന്നെ വിളിച്ചു കയറ്റി ഇത്രയും വലിയൊരു പ്രകടനം നടത്തുന്നതും അതുപോലെ തന്നെ ഇങ്ങനെ വീഡിയോ എല്ലാം സ്റ്റേറ്റ്മെന്റ് ആയി പുറത്തിറങ്ങുന്നതും ഒരിക്കലും അക്സെപ്റ്റബിൾ അല്ല.